ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് റോസ് ബോളിലാണ്. കൊട്ടാരക്കര ഉള്ള റോസ് ബോളിലാണ് ഞാൻ. ഹോട്ടലിനകത്ത് കയറി. ഹോട്ടലിനകത്ത് കയറിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ പ്രീമിയം, നല്ല അടിപൊളി പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. സോ ഞാനിപ്പോൾ മെനു നോക്കുവാണ്. മെനു ബുക്കുണ്ട്. ഹലോ ഗൈസ്, ഇവിടുത്തെ മെനു എന്ന് പറയുമ്പോൾ നല്ല ഹെവി മെനു ആണ്. ഒരുപാട് ഡിഷൻസ് ഉണ്ട്. ചിലപ്പോൾ കൺഫ്യൂസ് അടിച്ചിരിക്കുക. പക്ഷെ എന്തായാലും നമ്മൾ ചോക്ലേറ്റ് സിസിലർ വാങ്ങണം കേട്ടോ. അതിനുവേണ്ടി ആവുമ്പോൾ അല്ലേ മോനെ, എൻ്റെ കൂടെ ഉള്ളതും മനുവാണ്. മനുമോൻ നല്ലതിന്റെ അൽഫാഡൊക്കെ പിന്നെ കാർബോനാറൊക്കെ അത് ഇത് ഏറ്റവും നല്ലത്. അൽഫാഡ് നല്ലതാണ്. ഓക്കെ, എനിക്കത് മതി കേട്ടോ. എനിക്കത് ഓർമ്മ. ചിക്കൻ മതി. ഓക്കെ, നിനക്ക് എന്തോ വേണ്ട? ചേട്ടാ തനിക്കെല്ലാം അത് ഓർമ്മ എടുത്തേക്ക്. ബ്രോണി ഉണ്ടോ കഴിക്കാൻ? നല്ല സുഖമാണ്. ലൈം മതി. ലൈം പറയടാ. സോഡ ലൈം കിട്ടും. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് അൽഫ്രാഡോ പാസ്തയാണ്. ഇവിടെ ആണെങ്കിൽ ഉച്ച സമയത്ത് കാരണം വലിയ സ്പെഷ്യലായിട്ടൊന്നും കിട്ടത്തില്ല. പക്ഷെ വൈകുന്നേരം ഇവിടെ റോസ് ബോളിൽ സ്പെഷ്യൽ ഐറ്റംസ് കഴിക്കണമെങ്കിൽ വൈകുന്നേരം വന്നാൽ മതി. മനു ഏതാ ഓർഡർ ചെയ്തോ? എന്തോ ലൈമിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈം കൊള്ളാം, പക്ഷെ ചെറിയൊരു മധുര കൂടുതലുണ്ട്. ഇല്ലോണം നല്ല മധുര കൂടുതലുണ്ട്. ഉപ്പിന്റെ പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ചൂടത്ത് ഉപ്പായിരിക്കും നല്ലത്. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് പാസ്ത വന്നേക്കാണ്. മഴ പാസ്ത ഇല്ല ഇവിടെ. കരയാണോ? ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് പാസ്ത വന്നേക്കാണ്. എടാ, ഇതിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും 2 പ്ലേറ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാം. എങ്ങനെയുണ്ട്? സീനൊന്നുമില്ലല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ പാസ്ത വന്നേക്കാണ്. ഇത് ചീസാണോ? എന്തത്? കുഴപ്പമില്ല, കുറച്ച് മാറ്റി എടുക്കാം. നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് ആൽഫ്രഡോ പാസ്ത. ഹലോ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ആൽഫ്രഡോ പാസ്ത ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. നല്ല ചൂട്, കുറച്ച് മാറ്റി വെച്ച്. ഹലോ ഗൈസ്, നല്ല ചൂടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ഫുഡ് എവിടെ പോയി കഴിച്ചാലും ഫസ്റ്റ് നമ്മൾ എടുത്തൊന്ന് ഊതണം. അതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. അതിപ്പോ ഞാൻ പഠിച്ചിരിക്കുകയാണ്. സോ സൂപ്പർ സാധനം. കൊള്ളാം കേട്ടോടാ. നല്ല ചൂടും ഉണ്ട്, അതേപോലെ നല്ല ക്രീമിയാണ്. പുള്ളി പറഞ്ഞത് കറക്റ്റാണ്, നല്ല ക്രീമിയാണ്. നല്ല ടേസ്റ്റ്. ഹലോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ കുറച്ചുകൂടെ എടുക്കാൻ വിചാരിച്ചു. എന്താ പിന്നെ ക്രീം, ഈ പാസ്തയുടെ കൂട്ടിക്കുന്ന ക്രീം അന്യ ടേസ്റ്റ്. ഒരു രക്ഷയില്ല. എത്ര കഴിച്ചിട്ടും മതി വരുന്നില്ല. ആരെങ്കിലും കൊട്ടാരക്കര വരുവാണെങ്കിൽ ഇവിടെ വന്ന് ഈ പാസ്ത ഒന്ന് ട്രൈ ചെയ്യണം. കാരണം നല്ല ടേസ്റ്റാണ്, പുറത്താണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ പാസ്തയാണ്. അത്യാവശ്യം ചിക്കൻ പീസും ഇന്ത്യയുടെ ചിക്കൻ പീസും ഓടിക്കളിക്കുന്നു. ചിക്കൻ പീസും ഉണ്ട്.
അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് പാസ്ത കഴിച്ച് കഴിഞ്ഞേക്കാണ്. ഞാൻ പുള്ളിക്കാരനെ, ആ ചേട്ടനെ വെയിറ്റ് ചെയ്യുവാണ്. ആ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കണം. കാരണം ഇപ്പം ആക്ച്വലി സ്പെഷ്യൽ കിട്ടത്തില്ല ഇവിടെ ആണെങ്കിൽ. ഇപ്പൊ കിട്ടുന്നത് നോർമലായിട്ടുള്ള മന്തി, ബിരിയാണി, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എന്തായാലും ചേട്ടൻ വരുമ്പോൾ ഒന്നുകൂടെ ചോദിക്കാം. പക്ഷെ ഇതിന്റെ പാസ്ത അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പാസ്ത ആയിരുന്നു. ആ ചേട്ടനാണോ പോയത്? അല്ല, ഓക്കെ. കഴിക്കാനായിട്ട് നൂഡിൽസ് എങ്ങനെ ലൈക്ക് സ്പെഷ്യലായിട്ട് സിംഗപ്പൂരിന്റെ കിംചി കൊറിയൻ ഇത് ഏതാണുള്ളത്? നല്ല കൊറിയൻ കൊറിയൻ. പിന്നെ ഡ്രാഗൺ കൊറിയൻ എടുത്തോ? കൊറിയൻ നൂഡിൽസ് എന്താ ഫ്രൈഡ് റൈസ് ആണോ നൂഡിൽസ് ആണോ? നൂഡിൽസ് കൊറിയൻ. വേറെന്താ? അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇത് ഞങ്ങൾ കഴിച്ച് ഫിനിഷ് ചെയ്ത ശേഷം ചോക്കോ ബ്രൗണീസ്. അതെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്ന് സെർവ് ചെയ്യും, ലൈക്ക് കുറച്ച് ഷോ ഓഫ് ഒക്കെ. ഓക്കെ, അപ്പം നൂഡിൽസ് നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ രണ്ടാമത് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് കൊറിയൻ നൂഡിൽസ് ആണ്. കൊറിയൻ നൂഡിൽസും പിന്നെ ഡെസേർട്ട് ആയിട്ട് ചോക്കോ ബ്രൗണി സിസ്ലർ. ഈ ചോക്കോ ബ്രൗണി സിസ്ലർ എന്ന് പറയുമ്പോൾ എന്താണ് അവർ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കി എന്തോ കാണിക്കും, അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. സോ ഇപ്പൊ അടുത്തതായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഏതാണ്, കൊറിയൻ നൂഡിൽസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. കൊറിയൻ നൂഡിൽസ്. അങ്ങനെ നമുക്ക് കൊറിയൻ നൂഡിൽസ് വന്നേക്കാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് വന്നേക്കാണ്. നമുക്കിതിന്റെ കൂടെ രണ്ട് സോസ് കൂടെ വന്നിട്ടുണ്ട്. ആ സോസാണിത്. ഇത് ഒന്ന് ടൊമാറ്റോ സോസും ഇത് വേറെ എന്തോ കഴിക്കുമ്പോൾ നോക്കാം. കൊള്ളാം, ഒരു ചൈനീസ് ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ പാസ്ത അത് വേറെ ലെവലാണ്. ഇത് കൊള്ളാം, ഇതും കൊള്ളാം. പാസ്ത എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്പൈസോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ചെറിയ സ്പൈസിയാണ്. നല്ല അത്യാവശ്യം തിക്ക് നൂഡിൽസും നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, എഗ്ഗും കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, നൂഡിൽസ് കൊറിയൻ നൂഡിൽസ് അടിപൊളിയാണ്. പക്ഷെ നൂഡിൽസ് ലെങ്ത് ആണെങ്കിലും ഇതിന്റെ നീളം കുറച്ച് സ്മോൾ ആയത് കാരണം നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അയ്യോ, അവരാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ തന്നെ. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്, അടിപൊളിയാണ്. ഇത് മഷ്റൂമും ഉണ്ട് കേട്ടോ. മഷ്റൂമ്, ചിക്കന്, മുട്ട എല്ലാം കൂടെ ചേർക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു റോസ് ബോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പം എല്ലാം പ്രീമിയം വെച്ചാൽ അത്യാവശ്യം ഫുഡായാലും അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ മറ്റേ ഇവിടുത്തെ സ്റ്റാഫ് കൊണ്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അപ്പം കൊള്ളാം, ഓവറോൾ വെച്ച് നോക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കൊറിയൻ നൂഡിൽസ് കഴിച്ചു. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏതാ ചോക്കോ ബ്രൗണി സിസർ, അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി വയർ നിറഞ്ഞു, കാരണം മറ്റേ പാസ്ത കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് വയർ നിറഞ്ഞു. ഇപ്പം നൂഡിൽസ് കൂടെ കഴിച്ചപ്പോൾ നല്ല വയർ നിറഞ്ഞു.
ഹലോ ഗൈസ്, അങ്ങനെ ചോക്കോ ബ്രൗണി സിസ്ലർ വന്നേക്കുവാണ്. കഴിയടാ പനെ വാങ്ങിക്കണ്ട. കേക്കിന് നല്ല കേക്കാന്ന് തോന്നുന്നു, നല്ല കട്ടിയുള്ളത്. നമ്മളങ്ങനെ ഹലോ ഗൈസ്, അങ്ങനെ ചോക്കോ ബ്രൗണി സിസ്ലർ അങ്ങനെ എത്തിയേക്കുവാണ്. കാണുന്ന ഭംഗിയേ ഉള്ളൂ, വലിയ ഒരു ഗുമ്മില്ല. കാണാൻ രസമാണ് അവരുണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ. ലൈക്ക് നോർമൽ ചോക്ലേറ്റും പിന്നെന്താണ് മേലെ ആണെങ്കിൽ താഴെ ചോക്ലേറ്റും അതിനടിയിലൊരു കേക്കും പിന്നെന്താണ് ഇവിടെ ആണെങ്കിൽ ഒരു വാനിലയുടെ ഒരു ഐസ്ക്രീം വെച്ചേക്കുന്നു. അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, ഞാനാണെങ്കിൽ അങ്ങനെ ഫുഡ് കഴിച്ച് വിളി ഇറങ്ങി. ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് മാത്രമല്ല, ഹോട്ടലിന്റെ ആംബിയൻസും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ലൈക്ക് തെറ്റായിട്ട് പറയാൻ ഒട്ടൊന്നുമില്ല, വളരെ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രൗണി, മറ്റേ ചോക്കോ ബ്രൗണി സിസിലർ ആണെങ്കിൽ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യും, അയ്യോ ഇതിങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ അത്ര എക്സ്പെക്ടേഷൻ വേണ്ട. നോർമൽ ഒരു വാനിലയും ചോക്ലേറ്റും കൂടെ ചേർന്ന് ചെറിയൊരു ഡെസേർട്ട്, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാസ്തയാണ്. അവിടുത്തെ പാസ്ത പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ക്രീമി പാസ്തയാണ്. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വരിക ഇതാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര കൊല്ലം പോകുന്ന റൂട്ടാണ്. സോ കൊട്ടാരക്കര വരുന്നവർ ഒരു മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് ആണ്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഫുഡെല്ലാം വളരെ പ്രീമിയം ആണ്, അടിപൊളിയാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, കാരണം കൊടുത്ത ക്യാഷിന് പുറത്തായിട്ടുള്ള ഒരു ഒരു സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.